ആഡിയ സ്കീമിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കീം രജിസ്റ്റർ ചെയ്തേക്കുന്ന എല്ലാവർക്കും ഉള്ള, അതായത് എൻജിനീയറിംഗ്, ആർക്കിടെക്ചർ, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഫാർമസി, ഇതൊക്കെ രജിസ്റ്റർ ചെയ്തേക്കുന്ന കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അതായത് നമ്മൾക്ക് പ്രൊഫൈൽ വെരിഫിക്കേഷന് സമയം തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് ക്ലിയർ ആക്കാത്ത കുട്ടികൾ ഉള്ളതുകൊണ്ട് വീണ്ടും ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നേക്കാണ്. അപ്പോൾ അതിലൊരു കാര്യവും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതായത് നമുക്കൊരു ലിസ്റ്റും കൂടി തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നേരത്തെയൊക്കെ തന്നല്ലോ, മെമ്മോ വന്നവർ ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ചിലവരുടെ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ വീണ്ടും അവിടെ മെമ്മോ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ലിസ്റ്റും തന്നിട്ടുണ്ട്. അത് എവിടെയാണ് എടുക്കുന്നതെന്നുള്ളത് പറഞ്ഞു തരാം, അതിലെന്തൊക്കെ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു തരാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നോക്കാം. ഒന്ന്, നിങ്ങളുടെ ലിസ്റ്റിൽ പേരുണ്ടോയെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ട് അവിടെ മെമ്മോ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ട് ഫോണിലാണെങ്കിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ മെമ്മോ വന്നേക്കുന്നത് എന്തിലാണോ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളിപ്പോൾ കറക്റ്റ് ഫോമാറ്റ് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇൻകം സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് നമുക്ക് ഓൺലൈൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഫോമാറ്റ് നോക്കേണ്ട കാര്യമില്ല. അത് ഏത് ഫോമാറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യാം. അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വാങ്ങിച്ചേക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റിൽ ഇൻകം പറയുന്നുണ്ട് എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചിലപ്പോൾ NCLൻ്റെ സ്ഥാനത്ത് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇൻകം ചോദിച്ചേക്കുന്ന സ്ഥലത്തും NCL സർട്ടിഫിക്കറ്റിൽ ഇൻകം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവിടെ വീണ്ടും അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റിന് പകരം നമുക്ക് NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. പക്ഷേ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്തും ചെയ്യണം, ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്ലേസിലും ചെയ്യണം. അതുപോലെ EWSൻ്റെ സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ ഇൻകം പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ആയിട്ടും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അതോറിറ്റിയിൽ നിന്നാണ്, ആ അതോറിറ്റിയുടെ സീലും സൈനും അതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്തത്. എന്നിട്ടും നിങ്ങൾക്ക് മെമ്മോ വന്നിട്ടുണ്ട് എങ്കിൽ മനസ്സിലായോ, നിങ്ങൾ നോക്കേണ്ടത് ഒന്നും കൂടി അത് ക്ലിയർ ആയിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ്. ചിലപ്പോൾ PDF ക്ലിയർ അല്ലെങ്കിൽ റീഡ് ചെയ്യാമെന്ന് നിസ്സാര കാര്യമില്ല, ഞാനിത് ആദ്യം മുതൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലവർ നമ്മൾ ഇനിയിപ്പോൾ കേൾക്കും, നമ്മൾ എല്ലാം കറക്റ്റായിട്ടാണ് പക്ഷേ വീണ്ടും മെമ്മോ വന്നേക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ PDF സ്കാൻ ചെയ്തേക്കണം ക്ലിയർ. നിങ്ങൾ ആ PDF എടുത്തൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് തന്നെ വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് അവിടെ ഈ പറയുന്ന പോലെ പുതുതായിട്ടൊന്ന് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഞാൻ പറയുന്നത് ബാക്കിയെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ. അതായത് അതോറിറ്റി ഓക്കെയാണ്, സീലും സൈനും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനാണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് മെമ്മോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത പ്രശ്നമായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ലോഗിൻ പേജിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെമ്മോ ഡീറ്റെയിൽസ് എന്നൊരു ലിങ്ക് കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് നിങ്ങളുടെ ഡിഫക്റ്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് 29/7/2024 മുമ്പായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അന്നേരം മാത്രമാണ് നമുക്കിനി ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ വരുള്ളൂ. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റ് നമുക്ക് വെബ്സൈറ്റിൽ ഈ ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ സിയുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന വെബ്സൈറ്റിന് മുകളിലായിട്ട് നമുക്കിപ്പോൾ ഇവിടെ പ്രോസ്പെക്ടസ്, നോട്ടിഫിക്കേഷൻ, ആൻസർ കീ, ഡിഫക്റ്റീവ് ലിസ്റ്റ് എന്നും പറഞ്ഞ് താഴെ നിന്ന് മൂന്നാമത് കിടക്കുന്നുണ്ട് ഡിഫക്റ്റീവ് ലിസ്റ്റ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു PDF ആണ്, അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നോക്കുക, ഇത് കണ്ടോ, ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ 110011 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്പറുള്ള കുട്ടിയുടെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടില്ല എന്നുള്ളൂ. അല്ലാതെ കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതുള്ളവർ കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പുകൾ, AICTയുടെ സ്കോളർഷിപ്പാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്. അല്ലാതെ പിന്നെ നമുക്ക് മറ്റ് സ്കോളർഷിപ്പുകൾ നമ്മൾ വേറെ പോർട്ടൽ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഏതെങ്കിലുമൊക്കെ കോളേജുകൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് അല്ലാതെ ഇപ്പോൾ മെഡിക്കലോ അല്ലെങ്കിൽ മറ്റു കോഴ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഇൻകം അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറഞ്ഞ ഇൻകം ഉള്ളവരൊക്കെ തീർച്ചയായിട്ടും ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിയ പടമൊന്നുമില്ല അത് കിട്ടാൻ, 2 ദിവസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടും.
ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ 110004 NCL സർട്ടിഫിക്കറ്റ് ആണ്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു ഇതും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണു അത് എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ഒരാൾക്ക് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. കാരണം അതിന് ഒരു മാർക്കുണ്ട്, ആ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടില്ല നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ആ കുട്ടിയുടെ റാങ്ക് ചിലപ്പോൾ കിട്ടാതിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു PDF ഉണ്ടല്ലോ, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ലെൻസിൻ്റെ ഒരു സൈൻ കാണുന്നുണ്ടോ, റൈറ്റ് സൈഡിൽ ടോപ്പിൽ മുകളിൽ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നിടത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ 1100 ഓക്കെ 11 എന്നുള്ള നമ്പർ കൊടുത്തു കണ്ടോ. അപ്പോൾ അവിടെ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്നിട്ട് ഇവിടെ മുകളിൽ തന്നെ ഗ്രേറ്റർ ഓർ ലിസ്റ്റ് എന്നുള്ള സ്ഥലമുണ്ട്. ഇത് കുറേ പേർക്ക് അറിയാമായിരിക്കും കേട്ടോ. അറിയാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഈ ഫുൾ ലിസ്റ്റിൽ നിന്ന് പേര് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടുള്ള വഴി പറയുന്നതാണ്. എന്നിട്ട് ഇവിടെ ഗ്രേറ്റർ എന്നും, അതായത് വലുതിൻ്റെ ചിഹ്നം ചെറുതാണ് എന്നുള്ള ആ ഒരു ചിഹ്നവും കൊടുത്തിട്ടുണ്ട്, ഗ്രേറ്റർ ആൻഡ് ലെസ്. അപ്പം അതിൽ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആ ഒരു നമ്പർ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്പർ ആദ്യം തന്നെയുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ നമ്പർ എവിടെയാണോ ആപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിലും ചെക്ക് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കാൻ മെമ്മോ ഉണ്ടോ എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്താണോ ഡിഫക്റ്റ് അത് കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. ഈ മൈനോറിറ്റി സർട്ടിഫിക്കറ്റൊക്കെ MBBSൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് കൊടുക്കുക. കാരണം ഇനിയിപ്പോൾ നമുക്ക് മൈനോറിറ്റി ഉള്ളവർ, ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർ, അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് റിസർവേഷനുണ്ട്. എഞ്ചിനീയറിങ്ങിനുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജുകളിൽ റിസർവേഷനുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഇനി പറയുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും കൊണ്ടില്ല. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടെ 11000179 നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കുറേ കിടക്കുന്നത് കൊണ്ടാണ് ഇത് പിന്നെ താമസിക്കുന്നത്. കാരണം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇനിയും സമയങ്ങൾ വൈകിക്കൊണ്ടിരിക്കും. സോ ഇനിയൊരു ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻസ് നഷ്ടപ്പെടും. നിങ്ങൾക്ക് കുറഞ്ഞൊരു റാങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 1000 റാങ്ക് വാങ്ങുന്നിടത്ത് ഇപ്പോൾ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 700 ഒക്കെ ചിലപ്പോൾ നടക്കും. അല്ല ചില കാറ്റഗറിക്ക് ചിലപ്പോൾ അതിലും വേറൊരു റാങ്കിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് റിസർവേഷൻ ഉള്ളവരത് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നേറ്റിവിറ്റി പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.